നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം പാടി. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അത് ഇഷ്ടമായെന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി പറയണം. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു ഒരു ഡയലോഗ് പറയണം. അപ്പൊ ആ ഡയലോഗ് കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സെഗ്മെന്റ് വൈൻഡപ്പ് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടില്ല. എനിക്കുണ്ട് കുറച്ച് പാട്ടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ തലയിൽ വെച്ചേക്കുന്ന നല്ല ഒന്നാന്തര വെച്ചിട്ട് ബിഗാണെന്ന് പറഞ്ഞു. അതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓൾറെഡി ഞാൻ ഊരാൻ പോവാണ്. കാരണം ആ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ, ആ ശബ്ദം ചെയ്യണമെങ്കിൽ ഈ വിഗ് ഇവിടെ ഇരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ രാക്ഷസ രാജാവിലെ ഗുണശേഖരൻ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ ആ ശബ്ദം ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നല്ല പ്രോത്സാഹനം തരണം. തരൂലേ? തരുമോ? ഇതെന്തൊരു ശുഷ്കാന്തി ഇല്ലാത്ത തരുമോ? ഓക്കെ. അപ്പൊ ഞാൻ ഒരാള് ചെയ്യാത്ത കാര്യ. എന്റെ തലയിൽ ഞാൻ ഫിറ്റ് ചെയ്തേക്കണ ഈ മുടി ഞാൻ അഴിച്ചു മാറ്റുമ്പോ അതിന് സ്പെഷ്യൽ ഒരു കൈയടി തന്നാൽ ഞാൻ ഊരാം. ഓക്കെ. അപ്പൊ ഒരു മ്യൂസിക് കിട്ടോ? എന്തെങ്കിലും ഒരു മ്യൂസിക് വെറുതെ വായിച്ചോ? അതൊന്നും വേണ്ട. വെറുതെ ഈ ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം. അതല്ല, വില്ലൻ ഡയലോഗ് പറയും. നമുക്ക് പ്രണയം വേണ്ട, വില്ലൻ മതി. ഓക്കെ. ഇതൊക്കെ ഊരിയിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഓക്കെ റെഡി? അപ്പൊ നമുക്ക് രാക്ഷസ രാജാവിലെ വില്ലനെ ഒന്ന് കാണാം. ഗുണശേഖരൻ. മിടുക്കൻ, മിടുമിടുക്കൻ. നീ രാമനും രാക്ഷസനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്ക്. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തൊട്ട് എന്റെ തലയുടെ ബുദ്ധിയൊന്നും നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. മാർക്കറ്റിൽ തേങ്ങ മുട്ടെടുത്ത ഗുണശേഖരൻ ഇന്നിവിടെ വരെത്തി. MLA, മന്ത്രിയായി, കോടീശ്വരനായി. ഇതൊക്കെ എന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് ഈ ഈശ്വരൻ. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. 6 കൊല്ലം നിനക്കൊരു പുല്ല് ചെയ്യാൻ പറ്റില്ല. കാണണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? പോട്ടടാ കമ്മീഷണറെ.